ഇപ്പോൾ നിങ്ങളൊരു ദേശീയ നേതാവ് എന്ന നിലയിൽ ACC ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി ഉള്ള ഒരാളെന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് LDFും ഒരുപക്ഷെ NDA അത്രയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ പണം പിരിച്ചിട്ട് ഇത് വീട് കെട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ KC എനിക്കൊന്ന് ഇലക്ഷൻ ഒരു വോട്ടെടുപ്പ് നടക്കാൻ ഈ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഒരു ക്ലാരിറ്റി KC കൊടുക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതിനകത്ത് ഒരു ക്ലാരിറ്റിക്കും കുറവ് ഞങ്ങൾക്കില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന കാലത്ത് തന്നെ ഞാൻ പറഞ്ഞു, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി. ഞങ്ങളെല്ലാവരും ശക്തമായി പറഞ്ഞു, കേന്ദ്ര സർക്കാർ സഹായം കിട്ടാതിരുന്നപ്പോൾ സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചു. അതിനുവേണ്ടി ശക്തമായി സമ്മർദ്ദം നിലകൊണ്ടു. പാർട്ടി ആലോചിച്ച് പറഞ്ഞു, ഞങ്ങൾ 100 വീട് എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഒരു വിഹിതം 100 വീട് എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. ആദ്യത്തെ ചർച്ചയിൽ എന്താ മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയോ? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അടക്കം തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച എന്താ പറഞ്ഞത്? സ്ഥലം ഞങ്ങൾ എടുത്തു തരാം, ഗവൺമെന്റ്. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം എടുക്കാൻ പറ്റില്ല, ഗവൺമെന്റ് ആണല്ലോ ലാൻഡിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലം എടുത്തു തരാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലം എടുത്തു തരണം, ഞങ്ങൾ വീട് വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മീറ്റിംഗിൽ വെച്ചിട്ട്. ഇതൊരു 4-5 മാസക്കാലം 5-8 മാസക്കാലം ഇതിന് പിന്നാലെ നടന്നു. പിന്നീടാന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥലം എടുക്കുന്നില്ല, എല്ലാ വീടും കോംപ്ലക്സും ഞങ്ങൾ തന്നെ നേരിട്ടെടുക്കുകയാണ്, ബാക്കിയുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്വമില്ലാതെ ഗവൺമെന്റ് അറിയിക്കുകയാണ്. അത് കഴിഞ്ഞൂടെ ഞങ്ങൾ സ്ഥലം നോക്കി രേഖാമൂലം അറിയിച്ചോ? പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഈ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലം അന്വേഷിക്കാൻ പോയി. ഇതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ച് 20 കോടി രൂപയാണ് കർണാടക സർക്കാർ കേരള ഗവൺമെന്റ് കൊടുത്തത്. ഇപ്പൊ ഈ കാണുന്ന വീടുണ്ടല്ലോ, ആ വീടിനകത്ത് 20 കോടി കർണാടക ഗവൺമെന്റിന്റെയാണ്. ലോകത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളും ആളുകൾ കൊടുത്തു. അതെത്ര പിരിച്ചിട്ടുണ്ട് അവര് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവര് ആ പിരിവിന്റെ ട്രാൻസ്പെറൻസി അവർ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഊരാളുങ്കലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. എല്ലാ കേരളത്തിൽ സർവ്വം ഊരാളുങ്കൽ, സർവ്വം മയം പറയുന്ന പോലെ സർവ്വ ഊരാളുങ്കലാണ്. അത് ശബരിമല അയ്യപ്പന്റെ കാര്യം വന്നാലും വീടിന് ഊരാളുങ്കൽ, അത് കഴിഞ്ഞ് വേറൊന്നുമില്ല. അതിന് കൃത്യമായ ടെൻഡർ വിളിച്ചിട്ടാണോ മറ്റു വിളിച്ചിട്ടാണോ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കാതിരുന്നത്. ഇത് ചൂരൽമല രാഷ്ട്രീയമാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ പിരിച്ചതിന്റെ കണക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അത് ഏത് ആൾക്കും പരിശോധിക്കുക. ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ വല്ല പാടുണ്ട്? ഇത് പറയുന്ന കേട്ടതൊന്നും ഞങ്ങൾ കോടാനുകോടി പിരിച്ചു. പണം പിരിച്ച് വീടുണ്ടാക്കി കൊടുത്തില്ല, അത് ആരുടെ കീശയിൽ പോയി എന്നുള്ള പ്രചാര വേലയാണ്. അത് പൂർണ്ണമായും തെറ്റായ പ്രചാര വേലയാണ്. ഞങ്ങൾ പിരിച്ചതിനേക്കാൾ കൂടുതൽ പൈസയാണ് ഭൂമി ഏറ്റെടുക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായതും സത്യമാണ്. അതെന്തുകൊണ്ടാണ്? ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ സാങ്കേതികത്വം വയനാട് പോലുള്ള ജില്ലകളിൽ അത് എളുപ്പമല്ല. അല്ല, KC എനിക്കൊന്ന് ഒരു നാഷണൽ ലീഡർ എന്നുള്ള നിലയിൽ KCക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ KCക്ക് എന്നോട് പറയാൻ പറ്റുമോ, ഈ വീടിന്റെ നിർമ്മാണം എപ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും? 6 മാസത്തിനകം പൂർത്തീകരിക്കും. 6 മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇരിക്കും. ഉറപ്പായിട്ടിരുന്നോ? അച്ഛാ, വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം ആവശ്യത്തിന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. സ്ഥലം വാങ്ങിക്കാൻ ആ സ്ഥലത്തിന് തന്നെ പിരിച്ചതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചു കഴിഞ്ഞു നമ്മള്. അതിന്റെ കണക്കുണ്ടെന്ന് വ്യക്തമായിട്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, ഏത് ഏജൻസിയും പരിശോധിക്കാം. ഓപ്പൺ പുസ്തകമാണ് ഇത്. ഒരു ഇലക്ഷൻ ആയുധമാക്കിയിട്ട് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അകലെയാണത്, ദൂരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.